ജോബി അച്ഛൻ, വൈസ് പ്രിൻസിപ്പൽമാരായ ആനന്ദച്ചൻ, നോയലച്ചൻ, പ്രിയപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, ഗാഡ്ഗിൽ റിപ്പോർട്ട് ഒരു സത്യമായ പ്രവചനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള അസംബ്ലിയാണ് 8ാം ക്ലാസ് സി ഡിവിഷനിലെ വിദ്യാർത്ഥികളായി ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിലേക്ക് കിടക്കും മുമ്പ് നമുക്ക് ഈ ദിനം ഒരു പ്രാർത്ഥനാ ഗീതത്തോടെ ആരംഭിക്കാം. അതിനായി ഞാൻ സ്കൂൾ ഗായക സംഘത്തെ ക്ഷണിക്കുന്നു. അധ്യായം 15 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ ധീരന്മാരായിരിക്കും, നിങ്ങളുടെ കൈകൾ തളരാതിരിക്കട്ടെ, നിങ്ങളുടെ പ്രവർത്തികൾക്ക് പ്രതിഫലം ലഭിക്കും. ഒദേരിന്റെ മകൻ അസരയുടെ പ്രവചനം കേട്ട് ആസ ധൈര്യപ്പെട്ടു. യൂദായിലും ബെഞ്ചമിനിലും എഫ്രായിം മലമ്പ്രദേശത്തും അവൻ പിടിച്ചടക്കിയ നഗരങ്ങളിൽ നിന്ന് നേർച്ച വിഗ്രഹങ്ങളെ നീക്കിക്കളഞ്ഞു. ദേവാലയ പൂമുഖത്തിന് മുൻപിലുണ്ടായിരുന്ന കർത്താവിന്റെ ബലിപീഠം പുനരുദ്ധരിച്ചു. ദൈവവചനമാണ് നിങ്ങൾ കേട്ടത്. Let us pray for the brothers and sisters of classes 10 and 12 who are preparing for their public examination. ഇന്നത്തെ ചിന്താ വിഷയം പറയുന്നതിനായി എന്റെ പ്രിയ സുഹൃത്ത് വൈകിയെ ക്ഷണിക്കുന്നു. പ്രകൃതിയോടുള്ള അവഗണനയ്ക്ക് പ്രകൃതി തന്നെ പ്രതികരിക്കും. ഞാൻ ആവർത്തിക്കുന്നു, പ്രകൃതിയോടുള്ള അവഗണനയ്ക്ക് പ്രകൃതി തന്നെ പ്രതികരിക്കും. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ ആസ്പദമാക്കിയുള്ള ഒരു അവതരണത്തിനായി ഞാൻ എന്റെ സുഹൃത്തുക്കളെ ക്ഷണിക്കുന്നു. 2010 ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ പശ്ചിമഘട്ടത്തെക്കുറിച്ച് ഒരു പഠനം നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഗാഡ്ഗിൽ സർക്കാരിന് സമർപ്പിക്കാൻ വേണ്ടി ഒരു റിപ്പോർട്ട് എഴുതുന്നു. പശ്ചിമഘട്ടം ഇന്ത്യയുടെ പരിസ്ഥിതി പൈതൃകത്തിന് അത്യന്തം പ്രധാനമാണ്. പശ്ചിമഘട്ടത്തിന്റെ ജൈവവൈവിധ്യം സംരക്ഷിക്കുകയും ഇവിടെ നടക്കുന്ന അനിയന്ത്രിതമായ മനുഷ്യ ഇടപെടലുകൾ നിയന്ത്രിക്കുകയും ചെയ്യുക എന്നതായിരുന്നു എന്റെ ലക്ഷ്യം. ലോകത്തിലെ സസ്യജാലങ്ങളും മൃഗജാലങ്ങളും 50% ഈ പ്രദേശത്തിൽ മാത്രം കാണപ്പെടുന്നു. കേരളത്തിലെ 72% ഭൂമി പശ്ചിമഘട്ടത്തിന്റെ കീഴിലാണ്. സംസ്ഥാന ജനസംഖ്യയുടെ 50 മുതൽ 60% വരെ ഇവിടങ്ങളിൽ പാർക്കുന്നു. മലബാർ മേഖലയിലെ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന മഴക്കാടുകൾ ലോക പ്രസിദ്ധമാണ്. പശ്ചിമഘട്ടം മഴവെള്ളത്തിന്റെ ഉറവിടമാണ്. സസ്യജാലങ്ങളും മൃഗങ്ങളും അടങ്ങിയ ലോകത്തിലെ ഏറ്റവും സമൃദ്ധമായ ജൈവസമ്പത്തുകൾ ഇവിടെയുണ്ട്. പശ്ചിമഘട്ടത്തെ ആശ്രയിച്ച് ആയിരക്കണക്കിന് ജനങ്ങൾ ജീവിക്കുന്നു. പശ്ചിമഘട്ടം സംരക്ഷിക്കുന്നത് ഇന്ത്യയുടെ ഭാവിയെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. ഞാൻ സമർപ്പിക്കുന്ന റിപ്പോർട്ട് വികസനത്തിന്റെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും തുല്യത ഉറപ്പാക്കാൻ മുന്നോട്ട് വെച്ച ഒരു മഹത്തായ ശ്രമമാണ്. ഇതിന്റെ നിർവഹണം
പരിസ്ഥിതി സുരക്ഷയ്ക്ക് മാത്രം സഹായകമല്ല, സാമൂഹിക സാമ്പത്തിക മേഖലയിലും അത് ദീർഘകാല നേട്ടങ്ങൾ നൽകും. വിവിധ സമുദായങ്ങൾ കാർഗിൽ റിപ്പോർട്ടിനെ എതിർക്കും. കാരണം അതവരുടെ ഭാവി ജീവിതത്തിന് ഭീഷണിയായി അവർക്ക് അനുഭവപ്പെടും. പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ്. അത് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും വേണ്ട, 4 or 5 വർഷങ്ങൾ മതി. അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിട്ടുണ്ടാവും. അദ്ദേഹം വസതിയിൽ ഇരുന്നു കൊണ്ട് ഒരു വാർത്ത കേൾക്കാനിടയായി. നമസ്കാരം പ്രിയ ഗുണഭോക്താക്കളെ, ഞങ്ങൾ ഇപ്പോൾ ലൈവ് റിപ്പോർട്ടുമായി വയനാട്ടിൽ നിന്ന്. ലോകം കണ്ട വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ മറ്റൊന്നു കൂടി കേരളം സാക്ഷിയാകുന്നു. ജൂലൈ 30 വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല എന്ന കൊച്ചു ഗ്രാമങ്ങൾ നിദ്രയിൽ ഒഴുകിയിരുന്ന രാത്രി. അതിതീവ്ര മഴയുടെ ഫലമായി ഇന്ന് ഈ കാണുന്ന മഴവെള്ളവും പാറക്കൂട്ടങ്ങളും സുന്ദരമായ ഈ 2 ഗ്രാമങ്ങളെ വേരോടെ പിഴുതെറിഞ്ഞു. നിരവധി വീടുകളും കെട്ടിടങ്ങളും നിലംപതിച്ചു. വൈദ്യുതിയും ഫോൺ ബന്ധങ്ങളും എല്ലാം നിലച്ചു. പ്രകൃതിക്ഷോഭമാണെന്ന് തിരിച്ചറിഞ്ഞ നാട്ടുകാർ എന്തു ചെയ്യണമെന്നറിയാതെ നടുങ്ങിപ്പോയി. ഇന്നിതാ ദുരന്തത്തിന്റെ രണ്ടാം ദിവസവും പാറക്കൂട്ടങ്ങളുടെയും മഴവെള്ളത്തിന്റെയും ഒഴുക്ക് കുറയുന്നില്ല. മരങ്ങൾ ഇരു കൈകളിലും എണ്ണാൻ സാധിക്കുന്നതിനും അപ്പുറമായി മഴയിലൂടെയും മൂടൽമഞ്ഞിലൂടെയും ചൂരൽമലയിൽ നിന്നും മൃതദേഹങ്ങൾ കരകയറ്റി. ഒരു നാടിനെ ഒട്ടാകെ തകർത്തെറിയാൻ കേൾപ്പുള്ള പ്രകൃതിക്ഷോഭം അനുഭവിച്ചറിഞ്ഞ കേരളം കണ്ണീരൊഴുക്കി. ഇത് വയനാട്ടിൽ നിന്നുള്ള പ്രിയ റിപ്പോർട്ടർ ഗ്രീഷ്മ. ചൂഷണം ചെയ്താൽ അനന്തരഫലം എന്താകുമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? നാം ഓരോരുത്തരും പ്രകൃതിയെ എങ്ങനെ ചൂഷണം ചെയ്യുന്നു എന്നത് ഒരു കവിതയിലൂടെ നാം ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നു. കവിത ചൊല്ലുന്നതിനായി എന്റെ പ്രിയ സുഹൃത്തായ എബിലിയെ ക്ഷണിക്കുന്നു. പുഴയൊഴുകിയ വഴികളൊക്കെയും അതിരു കല്ലുകൾ പാകിനാം, കുന്നിടിച്ചു നിരത്തിനാം, പുഴകളൊക്കെ നികത്തിനാം, പണിതുകൂട്ടി രമ്യൻ ഋഷിനിലങ്ങൾ നികത്തിനാം, മല ചുരത്തിയ നീരുറവകൾ അണകൾ കെട്ടിയടച്ചു നാം. പുഴയൊഴുകിയ വഴികളൊക്കെയും അതിരു കല്ലുകൾ പാകിനാം, കുന്നിടിച്ചു നിരത്തിനാം, പുഴകളൊക്കെ നികത്തിനാം, പണിതുകൂട്ടി രമ്യൻ ഋഷിനിലങ്ങൾ നികത്തിനാം. ദാഹനീരതു മൂറ്റി വിറ്റു നേടി കോടികളിന്നു നാം. ഭൂമി തന്നുടെ നിലവിളി അതു കേട്ടതില്ല അന്നു നാം. പ്രകൃതി തന്നുടെ സങ്കടം അണനിരഞ്ഞൊരു നാടെല്ലാം. പകച്ചുപോയി പ്രളയമെന്നൊരു മാറി തന്നുടെ നടുവിൽ നാം. കൈപിടിച്ചു കയത്തിലായൊരു ജീവിതം തിരികെ തരാൻ ഒത്തുചേർന്നു നമ്മളൊന്നായി ഒരു മനസ്സായെന്നു നാം. ജാതി ചിന്തകൾ വർഗവൈരികൾ ഒക്കെ അന്നു മറന്ന നാം. ഇനിയൊരിക്കലൊരൊത്തുചേരലിനൊരു ദുരന്തം കാക്കണോ? ജാതി ചിന്തകൾ വർഗവൈരികൾ ഒക്കെ അന്നു മറന്ന നാം. ഇനിയൊരിക്കലൊരൊത്തുചേരലിനൊരു ദുരന്തം കാക്കണോ? ഒരു ദുരന്തം കാക്കണോ? സംബോധന ചെയ്യുന്നതിനായി നമ്മുടെ പ്രധാന അധ്യാപകനായ ജോബി എസിനെ ക്ഷണിക്കുന്നു. അങ്ങയുടെ വിലയേറിയ വാക്കുകൾക്ക് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ദേശത്തോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് പ്രതിജ്ഞ. ഇന്നത്തെ പ്രതിജ്ഞ ചൊല്ലുവാനായി എന്റെ പ്രിയ സുഹൃത്തായ അക്ഷിതയെ ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞ് ദേശീയ ഗാനം ആലപിക്കുവാനായി സ്കൂൾ ഗായക സംഘത്തെ ക്ഷണിക്കുന്നു. പ്രതിജ്ഞ. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും
ഗുരുക്കന്മാരെയും